അപ്പൊ നിങ്ങൾ രണ്ടാളും ഒട്ടകത്തെ കണ്ടില്ലേ? ആ ഒന്നല്ലട്ട് 5 ഉണ്ട്. ഒത്തിരി ആളുകളാണ് അവിടെ കുടിയുള്ളത്. ഒരുപാട് കുട്ടികളുണ്ട്. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്. 5 ഒട്ടകത്തെ കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ കണ്ടെന്നറിയോ? കൽപ്പകഞ്ചേരി നാട്ടുചന്തയിലെ ആ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, അതിന്റെ അവിടെ തെങ്ങുപറമ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ തെങ്ങുപറമ്പിൽ 4 ഉണ്ട്. പള്ളിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മളെ ഹൈവേന്റെ സൈഡിലായിട്ട് ഒരു പാർക്കിംഗ് ഉണ്ടല്ലോ, ചന്തന്റെ. ആ പാർക്കിങ്ങിന്റെ താഴ്ഭാഗത്തായിട്ട് ഒന്നിനും കെട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 ഇവരൊക്കെ ഇതിനങ്ങനെ കയറെടുത്ത് പിടിച്ചു നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ പ്രവാസികളാട്ടോ. കാരണം അവർക്ക് ഇതൊക്കെ എല്ലാം കണ്ടും കൈകാര്യം ചെയ്തൊക്കെ പരിചയമുണ്ടോ, അവരൊരു എക്സ്പീരിയൻസ് ആണത്. ഞാൻ എന്തായാലും അവിടെ പോയിക്കണം എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണത് കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാർ പറയുമ്പോൾ എവിടെ നിന്നോ കിട്ടിയ പോസ്റ്റ് എടുത്ത് കോപ്പി ചെയ്ത് അടിച്ചാന്നൊന്നും പറയണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തായാലും രാവിലെ അവിടെ പോയി. ഒട്ടകം ചെയ്യുന്നുണ്ടോ? ആ പിലാമരത്തുമെന്ന് അതിന്റെ ഇല പൊട്ടിക്കണം. പച്ചപ്പ് നല്ല ഹൈറ്റുള്ളല്ലേ, അപ്പൊ അതിന്റെ തല ഉയർത്തി അതിന് ഒക്കെ പറിച്ചെടുക്കാൻ സാധിക്കും. ചിലത് എന്ത് ചെയ്യുന്നറിയോ, ഉണങ്ങിയ ഇലകളൊക്കെ തിന്നോക്കുന്നുണ്ട്. കുട്ടികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വാഹനം നേരെ കൊടുന്ന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പോകണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കണം. ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താ അറിയോ? ഇതിന് ഒട്ടകത്തിന് ഗൾഫിലായിരുന്ന സമയത്ത് ഒട്ടകത്തിനൊക്കെ അടുത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് മൂപ്പരത്ര ധൈര്യമായിട്ട് എന്റെ അടുത്തൊക്കെ പോകുന്നത്. ഉണ്ടല്ലേ, ഒരു പാവം ജീവിയാണിത് ശരിക്ക്. മൂപ്പരതിനെ തടവി കൊടുക്കുന്നുണ്ടല്ലേ. അതൊക്കെ പരിചയമുള്ളവർക്ക് പറ്റുള്ളൂ കേട്ടോ. കാരണം ഒട്ടകം കടിച്ചുകൊണ്ട് നമ്മുടെ മുടിക്ക് കടിച്ച് വലിച്ചെറിയെന്ന് പറയാ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാലുകൊണ്ട് തൊഴി കിട്ടും എൻ്റെ ഒക്കെ. അങ്ങനെയുണ്ട്. നമ്മൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ചന്തന്റെ തൊട്ടടുത്ത പള്ളിന്റെ നേരെ എതിർ സൈഡുള്ള ഭാഗത്ത് ഒരാളുണ്ട്. അങ്ങനെ മൊത്തം 5 പേര്. എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. എന്തായാലും നാട്ടുകാർക്ക് കൗതുകമുള്ള വാർത്തയാണ് അല്ലേ. നമ്മുടെ മേലങ്ങാടി ജുമാ മസ്ജിദാണ്, ഈ റൂട്ടിലാണ് നാട്ടുചന്ത. എന്തായാലും വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കൊക്കെ സമ്മാനമായിട്ട് നൽകുന്ന പ്രതീക്ഷയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.